ഹായ്, നമ്മൾ ഇന്നൊരു ഓട്ടോ ഷോയ്ക്ക് പോവാണ്. ഒരു EV ഓട്ടോ ഷോ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടതാണ് ഞാൻ ഈ ഓട്ടോ ഷോയിലേക്ക്. എനിവേ, എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഓട്ടോ ഷോ ആണ്. അത് നമ്മുടെ വണ്ടി അവിടെ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിൽ. സോ EV ഓട്ടോ ഷോ ആണ് നടക്കുന്നത്. തേജസ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എത്താമെന്ന് പറഞ്ഞതിനേക്കാൾ കുറച്ചധികം സമയം ലേറ്റായിട്ടാണ് നമ്മളിന്ന് അവിടെ എത്തുന്നത്. ബാംഗ്ലൂർ നിന്ന് ഏർലി മോർണിംഗ് എത്തിയിട്ട് കുറച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എന്നെ ഇത് ഇൻവൈറ്റ് ചെയ്തത് ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞിട്ടോ അവർക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവാനൊന്നുമല്ല. ഞാനൊരു ദിവസം കാർ ഒതുക്കിയിട്ട് ഞാൻ ആക്ച്വലി ബാംഗ്ലൂരേക്ക് പോകുന്ന വഴിയിൽ കൊച്ചിയിലെ ഓഫീസിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള സ്ഥലത്ത് കാർ ഇങ്ങനെ സൈഡാക്കിയിട്ടിട്ട് കുറച്ച് കോളുകൾ ചെയ്യുമായിരുന്നു. കുറച്ച് ഫോളോ അപ്പ് കോൾസ് ഒക്കെ ചെയ്തിട്ട് സമാധാനമായിട്ട് വൈകുന്നേരം ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞ് കിടന്നപ്പോൾ ഒരു 3 കുട്ടികൾ വന്നിങ്ങനെ എൻ്റെ ഗ്ലാസ്സിൽ നോക്ക് ചെയ്തു. അങ്ങനെ ഞാൻ എന്താ ചോദിച്ചപ്പോഴാണ് അവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അവർക്ക് ആക്ച്വലി വോൾവോയുടെ EV കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ചേട്ടനൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ അവരടുത്ത് പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ ഒരു കാര്യത്തിന് കുറച്ചുകൂടെ നേരത്തെ എത്തണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് പറ്റിയില്ല. ബട്ട് നമ്മളവരെ ഇൻഫോം ചെയ്തു കേട്ടോ, എനിക്ക് ഇത്ര ടൈം ഡിലേ ഉണ്ടാവും എന്നുള്ള കാര്യം. ഓൾമോസ്റ്റ് തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് തോന്നുന്നു 10 കിലോമീറ്ററേ ഉള്ളൂ കോളേജിലേക്ക് എത്താനായിട്ട്. എത്തിയല്ലോ ബ്രോ, എവിടെയാ? ഈ കാണുന്നതാണ് തേജസ് എഞ്ചിനീയറിംഗ് കോളേജ്. കോളേജിനകത്തേക്ക് കയറിയപ്പോൾ ഐ വാസ് ഓൾസോ എക്സൈറ്റഡ് ബിക്കോസ് ഇന്നലെ ഇവിടെ നടന്ന പ്രോഗ്രാമൊക്കെ വലിയ പ്രോഗ്രാമായിരുന്നു. തൊപ്പി അതുപോലെ ഫെജോ ഒക്കെ പങ്കെടുത്ത പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ കാണുന്ന ബോർഡുകളൊക്കെ അതിൻ്റെതാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ, അതും കേരളത്തിൽ, ഞാൻ കോളേജിനകത്തേക്ക് കയറുന്നത്. ആൻഡ് ഇവർ പറഞ്ഞിരുന്നത് ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമാണ് ഈ EV ഷോ എന്നുള്ള രീതിയിലാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ബട്ട് ആക്ച്വലി മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ അറേഞ്ച് ചെയ്തിരുന്ന IC എഞ്ചിനുകളുടെ ഒരു ഷോ തന്നെ ഉണ്ടായിരുന്നു. അറേഞ്ച് ചെയ്തിരുന്ന വണ്ടികളൊക്കെ ഒരു രക്ഷയില്ല. ഓൾമോസ്റ്റ് എല്ലാ റേഞ്ചിലുള്ള വണ്ടികൾ ഉണ്ടായിരുന്നു. അതേ നോക്കിക്ക് കിടക്കുന്ന സാധനം കണ്ടില്ലേ കിടക്കുന്നത്, എന്താ അല്ലേ? EV കാറുകളൊക്കെ അകത്തൊരു സ്പേസിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇതേ അവിടെ പിള്ളേർ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യും. അകത്ത് ഒത്തിരി EV കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയാണ് EV കാറുകളൊക്കെ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റൈലായിട്ട് അവർ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. മഹേന്ദ്രയുടെ BE6 ഉണ്ട്, BYD ഉണ്ട്. ആൻഡ് നമ്മുടെ ചെക്കനെ നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വോൾവോയുടെ XC40 റീചാർജ് ഉണ്ട്, BM ഉണ്ട്, MGയുടെ കൂപ്പയുണ്ട്, ബെൻസ് ഉണ്ട്. ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള വിൻഫാസ്റ്റിന്റെ VF7 ഉണ്ട്. പേരെന്താ? നിതിൽ. നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ വന്നേ. പിന്നെ അടിപൊളിയല്ലേ? EV വണ്ടികൾ നല്ല സൈലന്റ് ആയിരിക്കുമ്പോൾ IC എഞ്ചിനുകൾ ഒരു രക്ഷയില്ലാതെ പൊട്ടിക്കുന്ന ശബ്ദം കേട്ടോ ഈ കേൾക്കുന്നത്. പിള്ളേരങ്ങ് തകർത്തടിക്കുകയാണ്. രസമാണ് അതൊക്കെ. ഈ ഒരു ടൈമിൽ, ഈ ഒരു ഏജിൽ, കോളേജ് ലൈഫിൽ അവർക്ക് അതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒരു ഇവൻറ്റ് പങ്കെടുക്കാനോ അല്ലെങ്കിൽ കാണാനോ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. IC എഞ്ചിനുകളുടെ കളക്ഷനും ഒരു രക്ഷയില്ല കേട്ടോ. ലാൻസർ, പോളോ, GT തുടങ്ങി അങ്ങനെ മുകളിലോട്ട് ഡോഡ്ജ് അടക്കമുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒത്തിരി വണ്ടികൾ പിള്ളേർ ഷോക്കേസ് ചെയ്തിട്ടുണ്ടേ. നമ്മുടെ പിള്ളേർ ഫോട്ടോഷൂട്ടിലൊക്കെയാണ്. അവർ ആ എലക്ട്ര എന്നുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ അവരുടെ മുഖത്ത് തന്നെ കാണാം. ഫൈനലി അങ്ങനെ EV കാറുകൾ ലൈനപ്പ് ചെയ്യാനുള്ള ഒരു ടൈമായി. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ EVകളെല്ലാം പുറത്തേക്ക് എടുക്കാൻ അങ്ങനെ നമ്മളും പുറത്ത് വന്നു. അതേ ബാക്കിൽ BYDയുടെ വണ്ടി കിടപ്പുണ്ട്. അങ്ങനെ ബാക്കിലോട്ട് വേറെ വണ്ടികളുണ്ട്. BE6 പോകുന്നുണ്ട്. ഇതേ സീൽ വരുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ബെൻസ് വരുന്നുണ്ട്. അതിനും ഫ്രണ്ടിൽ എനിക്ക് തോന്നുന്നു BM ഉണ്ട്. അങ്ങനെ ലൈനപ്പ് അവരുടെ കോളേജിനെ ചുറ്റി പുറത്തേക്ക് പോവാണ്. ഗേറ്റിനടുത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും, കുട്ടികളൊക്കെ അങ്ങ് അവരുടെ എൻജോയ്മെൻറ്റിൻ്റെ അങ്ങ് മോർ തന്നെ അവസ്ഥയിലായിരുന്നു. അവരെല്ലാം അടിച്ചു പൊളിക്കുകയാണ്. ബാക്കിലതേ നമുക്ക് കോളേജ് കാണാം. പിറകിൽ വണ്ടികളെല്ലാം ഉണ്ട്, ഫ്രണ്ടിലും വണ്ടികളുണ്ട്. നിങ്ങളുടെ ഒരു ഫുട്ടേജ് ഇല്ലാതെ പോകുന്ന മോശമല്ലേ? നിങ്ങൾ കാരണമല്ലേ വന്നത്? ആണല്ലേ? നിങ്ങളെ 4 പേരെ കുറിച്ച് സാറ് കുറെ പറഞ്ഞു. നിങ്ങളുടെ കൈ കിട്ടിയ ഭയങ്കര പാടാ, പിടി കൊടുക്കാതിരിക്കാൻ ഭയങ്കര പാടാണ്, ഭയങ്കര കൺവിൻസിങ് കപ്പാസിറ്റി ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. അല്ല, ഞാനിവിടെ വന്നത് അങ്ങനല്ലേ? നിങ്ങൾ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത ഇറങ്ങിക്കോട്ടെ. അപ്പം സന്തോഷം. ഓക്കെ, കാണാം, വീണ്ടും കാണാം. ഓക്കെ, ബൈ.
ആ കണ്ട 4 പേരാട്ടോ ഈ ഇവൻറ്റിൽ ഞാൻ പങ്കെടുക്കാൻ കാരണം. അവരുടെ കൺവിൻസിങ് ക്യാപ്പബിലിറ്റിയാണ്, കൺവിൻസിങ്, അവരുടെ ജെനുവിനിറ്റി, പിച്ച് ചെയ്യാനുള്ള അവരുടെ ആ ഒരു മനസ്സ്. ഒരു പരിചയമില്ലാതെ വഴിയിലിരുന്ന എന്നെ വന്ന് ഗ്ലാസ്സിൽ നോക്ക് ചെയ്ത് എന്നോട് സംസാരിച്ച് തുടങ്ങാൻ അവർ കാണിച്ച ഒരു ധൈര്യമൊക്കെയാണ് ഞാൻ ഈ ഇവൻറ്റിൽ പങ്കെടുക്കാൻ കാരണം. എനിക്ക് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. പലരും ഇവർ ഇതുപോലെയൊക്കെ അപ്രോച്ച് ചെയ്താണ്. ചിലരൊക്കെ ഒഫീഷ്യൽ ഡീലർഷിപ്പുകളിൽ നിന്ന് തന്നെ വണ്ടികൾ കൊണ്ടുവന്നവരുണ്ട്, ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് വന്നവരുണ്ട്. പക്ഷെ ഞാനിവിടെ എത്തിയത് ഈ 4 പേരുടെ ഇങ്ങനൊരു എഫേർട്ട് കൊണ്ടാണ്. സോ അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് നോക്കൂ. ഒരാളെ കൂടെ അവരുടെ ഇവൻറ്റിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റി. എനിക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കൂ. യൂഷ്വലി ഞാൻ ചെയ്യാത്ത കാര്യങ്ങളായിട്ടുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റി. ഇതിനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ ആ ഒരു പാഷനാട്ടോ. അവരുടെ ആ ഒരു ബാച്ച് നടത്തുന്ന ആ ഒരു ഇവൻറ്റ് ഭംഗിയാക്കണം എന്നുള്ളൊരു തോട്ടാണ്. മീൻസ് അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്, അത് ഭംഗിയാക്കണം, മനോഹരമാക്കണം എന്നുള്ളൊരു വിഷനുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ ലൈഫിൽ നമുക്ക് വേണ്ടതെന്നൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അറിയാതെ പല ആൾക്കാരോടും സംസാരിക്കും, പല ആൾക്കാരെയും കൺവിൻസ് ചെയ്യും, പലരോടും സഹകരിക്കും. അങ്ങനെ പല കാര്യങ്ങളും പല മാറ്റങ്ങളും നമ്മുടെ ലൈഫിലുണ്ടാവും. സോ ഇത് നല്ലൊരു മാറ്റമാവട്ടെ. താങ്ക് യു. ബൈ.